ഹലോ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 8 ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈമിൽ ഇവാലുവേഷൻ 2023-24 കേട്ടോ. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 8ാം ക്ലാസ്സിലെ കേട്ടോ. ഇതിൽ ഇൻസ്ട്രക്ഷൻ എന്താണ്? 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ്. ആ ടൈമിൽ എന്താക്കാൻ എല്ലാ ക്വസ്റ്റ്യൻസും ശരിക്കും വായിക്കുക കേട്ടോ. പിന്നെന്താണ്, ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻസൊക്കെ എന്താണ് നന്നായി വായിച്ചതിന് ശേഷം അറ്റംപ്റ്റ് ചെയ്യുക. Okay, then question 1 to 5. Read the passage from the story A Shipwrecked Sailor and answer the questions that follow. ഈ പാസേജ് നമ്മുടെ ആ ഷിപ്പ്റെക്ക്ഡ് സെയിലർ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറിയിൽ നിന്നുള്ളതാണ് കേട്ടോ. എന്താക്കുക, ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day, except the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. Soon I began to hear shouts nearby. Through the sharp whistling of the wind, I recognized the voice of Julia Amada Carabello, the tall, well-built officer who was yelling at someone. Faster, hold there. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചാപ്റ്റർ ആണല്ലേ, അതിനുള്ളൊരു പാസേജ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് വാസ് ദ നെറേറ്റേഴ്സ് ഫസ്റ്റ് ഇംപ്രഷൻ? നെറേറ്ററിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ദ നെറേറ്റേഴ്സ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഹി വാസ് അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദ ഷിപ്പ്? ഷിപ്പിന് എന്താ സംഭവിച്ചത്? ഷിപ്പിന് സംഭവിച്ചത്? The ship plunged into an abyss and disappeared. The ship plunged into an abyss and disappeared. Then third question, describe the physical appearance of Julia Amader Carabello. Julia Amader Carabello ന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. Carabello was a tall, well-built officer. Okay. Find out the word which means a spread randomly. സ്പ്രെഡ് റാൻഡംലി എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്ന വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തത് സ്കാറ്റേർഡ്. ഓക്കെ, സ്കാറ്റേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ഡേ വാസ് ഇറ്റ്? ആ ഡേ എങ്ങനത്തതായിരുന്നു? ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ അല്ലേ. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ ആയിരുന്നു. Then next question 6 to 9. Read the lines from the poem from a railway carriage and answer the questions that follow. റെയിൽവേ കാരേജ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് പോയത്തിനുള്ളതാണ് ഇത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, all through the meadow the horses and cattle, all of sides of the hill and the plain, fly as thick as driving rain, and ever again in the wing of an eye, painted stations whistle by. What is the poem about? അപ്പോൾ ഈ പോയം എന്തിനെ കുറിച്ചുള്ളതാണ്? ഈ പോയം എന്താണ്? 6. ദ പോയം ഈസ് അബൌട്ട് എ ട്രെയിൻ ജേർണി. ട്രെയിൻ ജേർണിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ പോയം അല്ലേ. വിച്ച് ലൈൻ ഷോസ് ദ ഹൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ? ഏത് ലൈനാണ് ഈ ട്രെയിനിൻ്റെ ഹൈ സ്പീഡിനെ സൂചിപ്പിക്കുന്നത്? ഏത് ലൈനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, ഏത് ലൈനാണ് ഈ ഹൈ സ്പീഡിനെ സൂചിപ്പിക്കുന്നത്? ഏതാണ്? ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എനി 2 pairs of rhyming words from the lines given. റൈമിംഗ് വേർഡ്സ് അല്ലേ. തന്നിരിക്കുന്ന ലൈനിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് ഏതാന്ന് 2 പെയർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, എവിടെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റിലെ ലൈനിൻ്റെ ലാസ്റ്റിലുള്ള വേർഡുകളാണ് നോക്കുക അല്ലേ. നോക്കൂ, വിച്ചസ്, ഡിച്ചസ് സെയിം സൗണ്ടിൽ അവസാനിക്കുന്നത്. ചെസ്, ചെസ് അല്ലേ. അപ്പം വിച്ചസും ഡിച്ചസും ഒന്ന്, ഒന്ന് ബാറ്റ് അടുത്തടുത്ത ലൈനിൽ വരണം കേട്ടോ. ബാറ്റിൽ, കാറ്റിൽ, പിന്നെയോ പ്ലെയിൻ, റെയിൻ, ഐ, ബൈ സൗണ്ട് അവസാനിക്കുന്നതാണ് നോക്കുക കേട്ടോ. സൗണ്ട് അവസാനിക്കുന്നതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. ഓക്കെ, പിന്നെ ഒരു ലൈനിൽ അടുത്ത ലൈനിൽ ഇല്ലെങ്കിൽ 3ാമത്തെ ലൈൻ വരെ നോക്കുക. 1ാമത്തെ ലൈനും പിന്നെ 3ാമത്തെ ലൈനും ആണെങ്കിലും നോക്കുക ആ വേർഡ് വരുന്നത് കേട്ടോ. റൈമിംഗ് വേർഡ്സ് വരുന്നത് ഇത് നേരത്തെ തന്നെ അടുത്ത ലൈനിൽ തന്നെ വന്നിട്ടുണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. വിച്ചസ്, ഡിച്ചസ് ആണ് ഒരു പെയറ്. അടുത്ത ബാറ്റിൽ, കാറ്റിലാണ് അടുത്ത പെയറ്. പ്ലെയിൻ, റെയിൻ അടുത്ത പെയറ്. ഐ, ബൈ അല്ലേ. അതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ് അല്ലേ. സെയിം സൗണ്ടിൽ അവസാനിക്കും. ലൈനിൻ്റെ അവസാനത്തിലുള്ള വേർഡുകൾ സെയിം സൗണ്ടിൽ അവസാനിക്കുന്നതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ലൈൻസ് ഗിവൺ.
ഇത് സിമിലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സിമിലി എന്നുള്ള അതെന്താ ഇതിന്ന് തന്നിരിക്കുന്ന ലൈനിൽ ആ ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് എന്താ and charging along like troops in a battle, all of the sides of the hill and the plain fly as thick as driving rain. അല്ലേ കണ്ടോ, ഇതൊക്കെ എന്താ സിമിലിയാണ് അല്ലേ, ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. Okay, next question 10 to 14. Read the passage given below and answer the questions that follow. പാസേജ് വായിച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Once Akbar gifted a very precious necklace to his queen which is kept safely in her room. എന്താണ് ഒരിക്കലും അക്ബർ എന്താക്കി നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള നെക്ലേസ് എന്താക്കി ക്യൂവിന് കൊടുത്തു അല്ലേ, അവരതെന്താണ് അവരുടെ റൂമിൽ സൂക്ഷിച്ചു വെച്ചു. But unfortunately one day the necklace was misplaced and the queen was unable to locate it. പക്ഷെ ഒരു ദിവസം എന്താക്കി നെക്ലേസ് എന്താണ് എവിടെ വെച്ചെന്ന് ഉള്ള കാണുന്നില്ല. ക്യൂവിന് എന്താണ് വെച്ച സ്ഥലമൊന്നും നോക്കിയിട്ട് കാണുന്നില്ല അല്ലേ. Then Akbar came to know that not only the necklace but also a few other precious things that have gone missing in the past few days from his palace. അപ്പോൾ അക്ബർ വന്നത് മനസ്സിലായി എന്ത് അദ്ദേഹത്തിൻ്റെ പാലസിൽ എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്താണ് കുറച്ച് സാധനങ്ങളല്ലേ നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. Unable to resolve the situation, he asked Birbal to help. ഈ സിറ്റുവേഷനിൽ അദ്ദേഹം എന്താക്കി ബീർബലിനോട് ഹെൽപ്പ് ചോദിച്ചു അല്ലേ. ബീർബൽ ബ്രോട്ട് അലോങ് എ ഫ്രണ്ട് ഓഫ് ഹിസ് എ magical donkey to solve the mystery. He asked each suspect to go alone in the tent and hold the donkey's tail. അപ്പോൾ ബീർബൽ എന്താക്കി അവൻ്റെ ഫ്രണ്ടായ മാജിക്കൽ ഡോങ്കി ഉണ്ട് അല്ലേ, ആ പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടി ഇതാക്കി, ആ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ മാജിക്കൽ ഡോങ്കിനെ കൊണ്ടുവന്നു. ഹി ആസ്ക്ഡ് ഈച്ച് സസ്പെക്ട് ടു ഗോ അലോൺ ഇൻ ദ ടെൻറ്റ്. ആരെ സംശയിക്കുന്നവരെയൊക്കെ എന്താക്കി അദ്ദേഹം ടെൻറ്റിലേക്ക് കൊണ്ടുപോകും അല്ലേ. ഹോൾഡ് ദ ഡോങ്കീസ് ടെയിൽ, ഡോങ്കീൻ്റെ ടെയിലിൽ പിടിക്കാൻ പറഞ്ഞു. ആൻഡ് ഇഫ് ദ പേഴ്സൺ വാസ് ദ തീഫ് ദ ഡോങ്കി വുഡ് ഐഡൻറ്റിഫൈ ഹിം ആൻഡ് ഗീവ് ഹിം എ ഗുഡ് കിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എന്താണ്, ആരാണോ ഈ തീഫ് എന്നുള്ളത് അദ്ദേഹം ഡോഗിൻ്റെ ടൈലിൽ പിടിക്കാൻ പറഞ്ഞു അല്ലേ. ഡോഗിൻ്റെ ടൈലിൽ പിടിച്ചപ്പോൾ എന്താ ഡോഗിക്ക് മനസ്സിലാവില്ല ആരാണ് കള്ളൻ എന്നുള്ളത്, തീഫ് ആരാണോ മനസ്സിലായിട്ട് എന്താണ് ഈ ഡോങ്കി അദ്ദേഹത്തിന് നല്ല കിക്ക് കൊടുക്കും അല്ലേ, നല്ല ഷൗട്ട് കൊടുക്കുന്നു പറഞ്ഞു അല്ലേ. എവരിവൺ ഫോളോഡ് ബീർബൽസ് ഇൻസ്ട്രക്ഷൻ അതർ ദാൻ ദ തീഫ്. എല്ലാവരും ബീർബലിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്താക്കി ഫോളോ ചെയ്തു അല്ലേ. പക്ഷെ ആ തീഫ് മാത്രം അത് ഫോളോ ചെയ്തില്ല. As the Birbal had sprayed a powerful scent on donkey's tail and the thief avoided touching the donkey's tail out of fear, he was finally caught. അല്ലേ, അപ്പോൾ ബീർബൽ എന്താണ് ശരിക്കും ഇതാക്കിയത്, ആ ഡോങ്കിൻ്റെ ടെയിലിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റ് സ്പ്രേ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് തീഫ് ആ ആത്മ പിടിച്ചാൽ എല്ലാവരുടെ കൈമിലും നല്ല സ്മെല്ലുണ്ടാവും അല്ലേ. ആ ഡോഗിൻ്റെ ടെയിൽമേൽ ഈ തീഫ് മാത്രം പിടിച്ചില്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ മാത്രം എന്താണ് സ്മെല്ല് ചെയ്തില്ല അല്ലേ, സെൻറ്റ് സ്മെല്ല് ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം എന്തായി, ഹി വാസ് ഫൈനലി കോട്ട് പിടിക്കപ്പെട്ടു. വാട്ട് ഡിഡ് അക്ബർ ഗിഫ്റ്റ് ടു ഹിസ് ക്യൂൻ? എന്താണ് അക്ബർ അദ്ദേഹത്തിൻ്റെ ക്യൂനിന് ഗിഫ്റ്റ് കൊടുത്തത്? എന്താണ് ഗിഫ്റ്റ് കൊടുത്തത്? യെസ്, അക്ബർ ഗിഫ്റ്റഡ് എ വെരി പ്രീഷ്യസ് നെക്ലേസ് ടു ഹിസ് ക്യൂൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, whom did അക്ബർ ആസ്ക് ഫോർ ഹെൽപ്പ്? അക്ബർ ആരോടാണ് ഹെൽപ്പ് ചോദിച്ചിരിക്കുന്നത്? ആരോടാണ് അക്ബർ ഹെൽപ്പ് ചോദിച്ചത്? അക്ബർ ആസ്ക്ഡ് ബീർബൽ ഫോർ ഹെൽപ്പ് അല്ലേ. എന്താണ് അക്ബർ ബീർബലിനോടാണ് എന്ത് ഹെൽപ്പ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സെൻറ്റൻസ് ആക്കി തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ബീർബൽസ് ഫ്രണ്ട്? ആരാണ് ബീർബലിൻ്റെ ഫ്രണ്ട്? ആരാണ്? ബീർബൽസ് ഫ്രണ്ട് വാസ് എ മാജിക്കൽ ഡോങ്കി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡിഡ് ബീർബൽ ആസ്ക് ഈച്ച് സസ്പെക്ട് ടു ഡു? സംശയിക്കുന്നവരെ ഓരോരുത്തരെയും എന്താണ് ബീർബൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ബീർബൽ ആസ്ക് ഈച്ച് സസ്പെക്ട് ടു ഗോ അലോൺ ഇൻ ദ ടെൻറ്റ് ആൻഡ് ഹോൾഡ് ദ ഡോങ്കീസ് ടെയിൽ അല്ലേ. എന്താണ് ടെൻറ്റിൽ ഒറ്റയ്ക്ക് പോയിട്ട് എന്താണ് ഡോങ്കീൻ്റെ ടെയിലിൽ പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അപ്പോൾ എന്താണ് ബീർബൽ ആൻഡ് ഹിസ് ഫ്രണ്ട് എന്ന് കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അത് കൊടുക്കുക കേട്ടോ. ഹെഡിങ് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതി രണ്ട് വേർഡ് എഴുതിയാൽ മതി, എന്തോന്നാലും എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പാസേജിലുള്ള ഏതെങ്കിലും ഒരു വേർഡ് എഴുതുക ചെയ്യുക കേട്ടോ, അറിയാത്തവർ. അല്ലെങ്കിൽ ഇത് സൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ എന്താക്കുക കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്,
Prepare a short profile of Rabindranath Tagore using the hints given. Use appropriate linkers wherever necessary. എന്താണ് ഈ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ബർത്ത് 18 തന്നിരിക്കുന്ന എന്താണ് ലിങ്കൊക്കെ ഉണ്ട് അല്ലേ, ആ ലിങ്കൊക്കെ വെച്ചിട്ട് നിങ്ങൾ അത് ഉണ്ടാക്കുക, എഴുതുക കേട്ടോ. ബർത്ത് 1861 തന്നിട്ടുണ്ട്. ഫേമസ് എസ് പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, മ്യൂസീഷ്യൻ, എഡ്യൂക്കേഷനിസ്റ്റ്, ഫിലോസഫർ. അച്ചീവ്മെന്റ് ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇമ്പോർട്ടൻസ് വർക്ക് ഗീതാഞ്ജലി, ദ ഗോൾഡൻ ബോട്ട്, ദ പോസ്റ്റ് ഓഫീസ്, ദ ബ്രോക്കൺ നെസ്റ്റ്, ഡെത്ത് 1941. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താണ് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് പ്രൊഫൈൽ ഉണ്ടാക്കുക കേട്ടോ. ഇതൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 1670 ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇൻ ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ ടിൽ tactfully solved the troubles that he faced in the palace of the Archduke. When Till reached home, he wrote down his experiences in the diary. Write the likely diary entry. ഒരു ഡയറി എൻട്രി ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ കുറിച്ചിട്ട്? നമ്മൾ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ടിൽ എന്താണ് അവിടെ ഒരു ആർച്ച് ഡ്യൂക്കിൽ പാലസിൽ വെച്ചിട്ട് ഒരു ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ പെട്ടു അല്ലേ. അദ്ദേഹം എന്താണ് ആ പ്രശ്നം പെട്ടതിന് ശേഷം എന്താണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം എന്താണ് അദ്ദേഹം ഒരു ഡയറി എഴുതി. ആ ഡയറി എൻട്രി ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Velasco, the main character in the story, a shipwrecked sailor, had to struggle a lot in the sea to survive. Write a paragraph on the experiences that Velasco had in the sea. വെലസ്കോ ദ മെയിൻ ക്യാരക്ടറാണ് ഷിപ്രക്കിൾ സെയിലറിലുള്ള. ഹാഡ് ടു സ്ട്രഗിൾ എ ലോട്ട് ഇൻ ദ സീ ടു സർവൈവ്. ഭയങ്കരമായിട്ട് എന്താണ് സ്ട്രഗിൾ ചെയ്തു അല്ലേ സീയിൽ നിന്ന് സർവൈവ് ചെയ്യാൻ, രക്ഷപ്പെടാൻ. ഒരു പാരഗ്രാഫ് എഴുതുക. എന്താണ് ഓൺ ദ എക്സ്പീരിയൻസസ് ദാറ്റ് വെലസ്കോ ഹാഡ് ഇൻ ദ സീ. സീയിലുണ്ടായിരുന്ന ടൈമിൽ വെലസ്കോൻ്റെ എക്സ്പീരിയൻസ് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിൻസ് ഉണ്ട്. വെലസ്കോ ഇസ് അലോൺ, ഫ്രണ്ട്സ് ഫൈറ്റ് ഫോർ ലൈഫ്, ട്രൈസ് ടു സേവ് ഹിസ് ഫ്രണ്ട്സ്, വെയിറ്റ്സ് ഫോർ സം വൺ ടു സേവ് ഹിം. അത് വെച്ചിട്ട് നിങ്ങൾ എഴുതാം. The next question 18 to 20 answer any two of the following. എന്താണ് രണ്ടെണ്ണത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The boy in the story, the boy who drew cats, was frightening at night in the temple. Later he realized the advice of the priest. Avoid large places, keep to small. He decided to write a letter to the priest about the incident. Draft the likely letter. എന്താണ് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കാണ്? നമ്മളെ എന്താണ് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ. ഇത് എന്താണ് രാത്രി അമ്പലത്തിൽ വെച്ച് എന്താണ് അവന് പേടിച്ചു അല്ലേ. പിന്നെ അവന് മനസ്സിലായി എന്ത് പ്രീസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവൻ തീരുമാനിച്ചെന്ത് ഒരു ലെറ്റർ ആ പ്രീസ്റ്റിന് എഴുതാൻ ഈ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് അല്ലേ. ആ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇൻ ദ സ്റ്റോറി ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ലെറ്റർ എഴുതുക. ഇൻ ദ സ്റ്റോറി എ ഷിപ്രക്ഡ് സെയിലർ വെലസ്കോ ഹാഡ് എ മിറാക്കുലസ് എസ്കേപ്പ് ഫ്രം ദ ഷിപ്രക്ക്. എന്താ ഷിപ്രക്ഡ് സെയിലറിൽ വെലസ്കോ എന്താണ് ഭയങ്കര രക്ഷപ്പെടലാണ് അല്ലേ നടന്നത്. ആ ഷിപ്രക്ക് നിന്ന് നല്ലൊരു മിറാക്കുലസ് എസ്കേപ്പാണ് നടത്തിയത് അല്ലേ. സപ്പോസ് യു ഗെറ്റ് എ ചാൻസ് ടു ഇൻ്റർവ്യൂ ഹിം. നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിച്ചോ ഈ വെലസ്കോനെ ഇൻ്റർവ്യൂ ചെയ്യാൻ. പ്രിപ്പയർ 5 questions ടു ആസ്ക് വെലസ്കോ അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ്. 5 questions എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് വെലസ്കോനോട് ചോദിക്കാൻ പറ്റിയ, ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ പറ്റിയ 5 questions എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് 20 ടിൽ ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. ടില്ലാണ് എന്ത് ഈ ദ മിസ്റ്റീരിയസ് പിക്ചറിലുള്ള ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടിൽ. അപ്പോൾ എന്താണ് ടില്ലിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Then there are a certain error in the passage given below. എന്താണ് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ഈ താഴെ തന്നിരിക്കുന്ന പാസേജിൽ അല്ലേ. ദേ ആർ അണ്ടർലൈൻഡ്, എഡിറ്റ് ദം. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടിൽ റീച്ച്ഡ് ബാറ്റൻബർഗ്. എന്താണ് റൈഡ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ റൈഡ് ആകുമ്പോൾ എന്താ അവിടെ വേണ്ടത്? റൈഡിങ് ഓൺ എ ഡോങ്കി അല്ലേ. വെൻ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ഹേർഡ് ദാറ്റ് ടിൽ ഈസ് അവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈസാണോ ഇത് നോക്കൂ, ഇതൊക്കെ എന്താണ് പാസ്റ്റിലാണ് വരുന്നത് അല്ലേ. റീച്ച്ഡ് എന്ന് വരുമ്പോൾ അപ്പോൾ എന്താ അവിടെ ടിൽ വാസ് എ ഫ്ലെമിഷ് പെയിൻറ്റർ ആയിരുന്നു അല്ലേ. ഹി അലൗഡ് ഹിം എൻ്റർ ടു ദ പാലസ് എന്ന്. അപ്പോൾ എന്താണ് ഹി അലൗഡ് ഹിം എന്താ ടു എൻ്റർ ദ പാലസ്. ഓക്കെ, ടു എൻ്റർ ദ പാലസ് ആണ് വരിക കേട്ടോ. ദെൻ നെക്സ്റ്റ് റീഡ് ദ വേർഡ് പിരമിഡ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന വേർഡ് പിരമിഡ് നോക്കുക. എന്നിട്ട് എന്താക്കുക, now construct a similar word pyramid using the word cat. കാറ്റ് വെച്ചിട്ടൊരു സിമിലർ വേർഡ് പിരമിഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താ നോക്കൂ, ബോയ്, ദ ടോൾ ബോയ് ഇൻ ദ ക്ലാസ് അല്ലേ, അങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ വേർഡ് പിരമിഡ് ഉണ്ടാക്കുക. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക ക്യാറ്റിനെ കുറിച്ചിട്ട്? ക്യാറ്റ്, ദ ബിഗ് ക്യാറ്റ് ഓൺ ദ വാൾ അല്ലേ, അങ്ങനെ കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഉള്ളത് കേട്ടോ. നന്നായി പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്ക് തന്നെ എല്ലാവരും വാങ്ങുക കേട്ടോ. എല്ലാവർക്കും വാങ്ങാൻ കഴിയും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.